അപ്പൊ നമ്മൾ അങ്ങനെ കോഴിക്കോടെത്തി. കോഴിക്കോടല്ല, കാലിക്കറ്റ്. അങ്ങനെ ഗൈസ് നമുക്ക് റൂമെല്ലാം കിട്ടി. നമുക്ക് റൂമിനകത്ത് പോകാം. വന്നിട്ട് പെട്ടെന്ന് റെഡി ആയിട്ട് എവിടെയെങ്കിലും പോകണം കേട്ടോ. ഇന്ന് സെയിം റൂം അല്ലേ, സെയിം നമ്പർ റൂം. ഇവിടെ വന്നാൽ എപ്പോ വന്നാലും ഈ റൂമിനും തോന്നും കേട്ടോ, ഈ നമ്പർ തന്നെ. ഇതിന്റെ സെയിം ആണ് നമുക്ക് വേടനൊക്കെ അവിടെ താമസിച്ചത്. വേട ആ റൂമിലായിരുന്നു, ഓപ്പോസിറ്റ് റൂമിലായിരുന്നു. രണ്ടാമത്തെ ഫ്ലോറിൽ ട്രിവാൻഡ്രത്ത് പോകുമ്പോ കറക്റ്റ് അവിടെ തിയറായി വരുമ്പോ ഇവിടെ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതാണ് കോഴിക്കോട്. അന്ന് നമ്മള് മുംബൈ പോകാൻ ഇവിടെ ഇല്ല എന്ന് വെച്ചാ, അന്ന് രാത്രി വന്നിട്ട് അടുത്ത ദിവസം വെളുപ്പം രാവിലെ പോയി. നമുക്ക് ഇവിടെ വ്യൂ പോലും കാണാൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ വ്യൂ. അതാണ് അവൻ പറഞ്ഞ ടാറ്റ. പോമ്മ കോഴിക്കോട് അടിച്ചു പൊളിക്കണ്ടേ. നല്ല ബ്രേക്ക്ഫാസ്റ്റ് അടിക്കുന്നു. നമ്മള് മുട്ടായി തെരുവിലോട്ട് പോകുന്നു. ഉറക്കത്തിൽ ചവിട്ടുന്ന ശീലമുണ്ട്. ഞാൻ ഉറക്കത്തിൽ തിരിച്ച് ചവിട്ടിയേ. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യാൻ, ഞാൻ ഒരു പ്രാവശ്യം ശ്രമിച്ച് വീണ്ടും ചവിട്ടി വെച്ചിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഉറങ്ങുന്ന പോലെ അഭിനയിച്ചിട്ട് വിട്ടു കൊടുത്തു ഒരു ചവിട്ടി. അനി എഴുന്നേറ്റൊക്കെ നോക്കും. ഞാൻ അത് കണ്ടെന്ന്. നമ്മള് കാലിക്കറ്റിൽ വന്നിട്ട് അതുപോലെ നമ്മള് TRIയിലാണ് സ്റ്റേ ചെയ്യുന്നത്. TRIയിൽ വന്ന എല്ലാം ഉണ്ട്. നമ്മള് രാവിലെ എത്തി റൂമിലെല്ലാം കൊണ്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഇറങ്ങുവാണ്. എവിടെ പോകുന്നു? ഫുഡ് കഴിക്കാൻ. കോഴിക്കോട് എന്തിനാണ് വരുന്നത്? ഫുഡ് കഴിക്കാൻ. എന്തിനാണ് നമ്മൾ കോഴിക്കോട് വരുന്നത്? ഞാൻ വീട്ടിൽ പോകാനായിട്ട്. കോഴിക്കോടുള്ളവർക്ക് എന്താവാലോ അല്ലേ. ഞങ്ങൾ എപ്പോ വന്നാലും കോഴിക്കോട് വന്നാലും റാശി വിളിക്കും. ഫുഡ് കഴിക്കണം, മുട്ടായി തെരുവിൽ പോണം, ഫുഡ് കഴിക്കണം, എവിടെയെങ്കിലും പോണം, ഫുഡ് കഴിക്കണം. നമ്മൾ അടിച്ചു പൊളിക്കുന്നു. കോഴിക്കോട് വന്നിട്ടില്ല, അതുകൊണ്ട് മാട്ട് വെയില് പാലക്കാടിനടുത്തിരിക്കണോന്ന് അറിയാൻ പോകുന്നു. ശരി, ഇനിയിപ്പം കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? എവിടെ പോകുന്നു? വരുമോ? വയനാട് ഇറങ്ങുമോ? വയനാട് കാണാനല്ല. ശരി, ബൈ. പപ്പ അമ്മയെ സെൽഫി എടുക്കണമെന്ന് പറയാൻ പറഞ്ഞു. എവിടെ പോയാൽ നമ്മളെ ഒരു ഫോട്ടോ എടുക്കുന്നില്ല. ഫോട്ടോ അവരതാ ബീച്ചിൽ ഇരുട്ടത്തുണ്ടെന്നിട്ട് ഫോട്ടോ എടുക്കും. അതിലെ ഫോട്ടോ ആന ഇന്നലെ ഒന്നൊരു സാധനം ഉണ്ടായിരുന്നു ബീച്ചിൽ ഫ്ലാഷ് ഇട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. ആന എസ്തെറ്റിക് ആവാൻ നോക്കിയതാ. കണ്ണാപ്പി പോലെ ഇരുന്ന്. അല്ല അല്ല, ഡ്രസ് ഇട്ടത് കൂടിപ്പോയതാണോ? എങ്ങനെ നോക്കി ഞാൻ എന്താ വേണ്ടി കീറിയെന്ന് വിചാരിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷേവ് ചെയ്യുമ്പോ കീറുമല്ലോ. അയാള് ആനീനെ കോഴിക്കോട് ബാസ്കറ്റ് ടീമിൽ എടുത്തു വിടുത്ത. ശരി, പോവാം. അമ്മ, ഇതാണ് കോഴിക്കോട് ബീച്ച്. സൂപ്പറായിരിക്കണം മക്കളെ. ഇറങ്ങാൻ പറ്റൂലേ? വെയിലത്തിറങ്ങിയ കുഴപ്പമില്ലേ? അമ്മയൊക്കെ വെയിലത്തുനിന്ന് ജനിച്ചു വന്നതാണില്ലേ അമ്മ? ദൂരം നടന്നതല്ല, ആശുപത്രി. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ ജോലി ചെയ്യുന്നവർക്കെല്ലാം വീട്ടിലെ എങ്ങനെ ഇരിക്കുന്നു? നമുക്ക് ഒരു ഡയർ വെച്ചാലാ, വാവേനെ അമ്മേനെ അതില് കയറ്റി വിട്ടാലാ എന്റെ ഒരു മൂത്രം ഒഴിക്കും. അപ്പോ അഞ്ഞലൂഞ്ഞ അങ്ങനെ അഞ്ഞലൂഞ്ഞ പണ്ടത്തെ വാക്ക. അഞ്ഞലൂഞ്ഞ ഊഞ്ഞാൽ ആടുന്നതാണ് കാര്യമായിട്ട് അങ്ങനെയാണ്. പക്ഷേ എനിക്ക് തല ചുറ്റും ഭയങ്കര ഇതാ. നമ്മള് ഫുഡ് കഴിക്കാൻ വന്നത്. എവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്? വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളടുത്ത് ഗുഡ് മോർണിംഗ് ഹോട്ടൽ ഇല്ലേ, അതുപോലെയൊക്കെ കുളമുണ്ട്. ഒരു കുളമുണ്ട്, കാണാൻ ഭയങ്കര രസമാണ്. ഫോട്ടോ എടുക്കാം നമുക്ക് വന്നിട്ട്. വന്നപ്പോ ഇവിടെ ക്യൂ ഉണ്ട് ഗൈസ്. ക്യൂ ഉള്ള കാര്യം ഞങ്ങൾക്ക് അറിഞ്ഞിട്ടായിരുന്നു. കുഴപ്പമില്ല, കുറച്ച് നോക്കല്ലേ. നല്ല ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ കഴിക്കണം. അവിടെ വന്നിട്ടുണ്ട്. ഫോട്ടോ എടുത്ത സ്ഥലം. അപ്പൊ ഒരു ഫോട്ടോ എടുത്താ ഞാൻ ഫ്രെയിം കണ്ടുപിടിച്ചിട്ട് എടുത്തെറിയാവാ. കുളിക്കാനാ പോണു. പിന്നെ അമ്മേനെ പപ്പേനെ ക്യൂരി നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് കഴിക്കാൻ. പപ്പ ഉള്ളതുകൊണ്ട് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പം. കശണ്ടി ഉണ്ടല്ലോ, മുട്ടത്തല്ല കശണ്ടി. അടിക്ക് നോക്കി അടിച്ചിട്ട് മിണ്ടാതിക്ക് ഒരു എക്സ്പ്രഷനും കൂടെ.
ഇപ്പൊ എന്നെ അടിക്കുന്നവന് ജീവിതകാലം മുഴുവനും പെണ്ണ് കിട്ടത്തില്ല കേട്ടോ. പേടിയുണ്ട് പെണ്ണ് കിട്ടത്തില്ല. തലയില്ല കൊള്ളാം, പക്ഷെ ചെറിയൊരു കംഫർട്ട് കുറവ്. കുഴപ്പമില്ല, വിശന്നിരിക്കുന്നോണ്ട് നല്ല ഫുഡ് കിട്ടിയാൽ മതി. ഞങ്ങളുടെ പപ്പയും അമ്മയും കല്യാണം കഴിഞ്ഞവർക്ക് 30 വർഷം കുട്ടികളില്ലായിരുന്നു. എന്നിട്ട് അവര് പിന്നെ പ്രാർത്ഥിച്ച് നേടിയ ഒരു കുട്ടിയാണ്. പഴംപൊരി ബീഫ് നമ്മൾ കോഴിക്കോട് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് പഴംപൊരിയും ബീഫും കഴിക്കുന്നത്. അവൻ ആദ്യമായിട്ടാണ് പൊറോട്ടയും ബീഫും കഴിക്കുന്നത്. ആദ്യമായിട്ടല്ല, ആയിടത്തി. നല്ല ഫുഡായിരുന്നു. ഞാൻ ഒരറ്റത്തായിരുന്നു, പക്ഷെ കുറച്ച് കംഫർട്ട് കുറവാണെങ്കിലും ഫുഡ് കഴിച്ചായിരുന്നു. തീർന്നു അവിടെ തീർന്നു. ആരുടെ കോഴിക്കോട്? നമ്മടെ കോഴിക്കോട് ബീച്ചിലൊന്ന് ഭയങ്കര വെയില്. കണ്ടു കണ്ടില്ല. ചുമ്മാ എല്ലാരും പറഞ്ഞ വൈകിട്ട് വരണം, വൈകിട്ട് ഇത്ര ദൂരം വന്നതല്ലേ, എന്നാലും വെയിലെ സാരമില്ല. കാല് വെച്ചിട്ട് വീട്ടിൽ പോയിട്ട് രാത്രി വരാം. തലയിൽ വെയിലടിച്ചിട്ട് ബുദ്ധി കൂടുതലാണ്, കാണാൻ പറ്റത്തില്ല. ഒരു ഫോട്ടോ എടുത്തിട്ട് ടപ്പാറ ഓടിക്കളെ. നിറയെ പേരൊന്നുമില്ല, പാവത്തിലോ സംസാരിക്കും. പക്ഷെ വേറെ ഞാൻ സത്യം മനസ്സിൽ തൊട്ട് പറയട്ടെ, ട്രിവാൻഡ്രം കൊച്ചിയൊക്കെ പോകുമ്പോ ആരുടായത്. പക്ഷെ അറിയാമെങ്കിൽ അവർ ആ ഒരു ഇത് കാണിക്കും. കോഴിക്കോട് മലപ്പുറം വന്ന് അവരാരും വന്നാലും നമ്മുടെ കട്ടയ്ക്ക് വന്ന് സംസാരിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കൊന്നും വേല കിട്ടിയില്ല. അപ്പൊ നിന്നെ ഇവിടെ ഇറക്കിട്ട് പോട്ടോ. എന്നറിയാമോ, അഭിചേട്ടൻ നിന്റെ അപ്പുറം ദൂരെയായിരുന്നു. അഭിചേട്ടൻ ഹോട്ടലിലെ എന്താ ചൂടത്ത്. അപ്പൊ ഇന്നെന്ന് പറയുന്ന ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അമ്മ പറയും ആഴ്ചയിൽ ഒരു ദിവസമാണ് സൺഡേ വരുന്നത്. സൺഡേയില് പള്ളിയിൽ പോകാൻ പറയും. പള്ളിയിൽ പോകാത്തത് അമ്മ പറയാ, നിങ്ങൾ ട്രിപ്പിന് പോയാലും നിങ്ങൾ എവിടെ പള്ളി കണ്ടാലും നിർത്തി പള്ളിയിൽ പോയി ഇങ്ങനെയെങ്കിലും വച്ചിട്ട് പോണേ മക്കളെ. അതുപോലെ അമ്മ ഇപ്പൊ ചെയ്തില്ല. രാവിലെ നന്മ പറഞ്ഞവർ പറഞ്ഞു ഞങ്ങള് അത് പറഞ്ഞു. അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? യൂട്യൂബ് എടുത്തിട്ട് മ്യൂസിക്കില് പാട്ടിടും, ക്രിസ്ത്യൻ സോങ്സ്, ഇത് ഡിവോഷണൽ സോങ്സ് ഇടും. ഇന്നും ഇട്ട് കേട്ടിട്ട് ഞങ്ങൾ ഇലുമിനാട്ടി ഇല്ലേ നമ്മളെ കേട്ടിട്ടുണ്ട് രാവിലെ. ഇന്ന് കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. ഞങ്ങൾ എന്ത് പള്ളിയിൽ വരാത്തിന്റെ ഒരു ഇതൊക്കെ ഞങ്ങൾ ട്രിപ്പൊക്കെ പോകുമ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ മിസ്സാവും. പള്ളി എന്നുള്ള സാധനം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. ആര് പറഞ്ഞ്? എല്ലാം ഉണ്ട്. വാസ്കോഡോമാരെന്നറിയാമോ? പണ്ടത്തെ മറ്റേ പോപ്പ്, വലിയ പോപ്പ്. എന്തൊക്കെ പറയണോ? ആ പള്ളി കണ്ട പള്ളി കയറുന്നു. അങ്ങനെ പറയരുത്. പള്ളി എത്തുമ്പോ അമ്മേനെ. പക്ഷെ നമ്മളൊരു യാത്ര ചെയ്യുന്ന 1, 2 പള്ളിയിൽ പോണം. നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് എവിടെയാണ്? ഞാൻ ഇതുവരെയ്ക്ക് പോയിട്ടില്ല. പക്ഷെ ഞാൻ പോയിട്ടുണ്ട്. കളിക്കുന്ന ചെറുക്കൻ. കളിക്കുന്നതാണോ നീ കളിക്കുന്നതാണോ? നമ്മള് മുട്ടായത്തൊരു എത്തി. അത് നല്ലൊരു ഐഡിയ. ക്യാൻസൽ, കൊട ക്യാൻസൽ. അപ്പോഴപ്പോഴേ ആള് മാറുന്നു നോക്കി. എനിക്കെന്തിനാ ഇപ്പൊ കൊടയെന്ന് വീലടിക്കുന്നില്ലേ? ഇപ്പൊ കൈ പൊക്കി ഇങ്ങനെ ചൊറിയാനോ കൈ പൊക്കി? എന്തമ്മ ഒരു കുട വാങ്ങായിരുന്നു. നല്ല ഐഡിയ. ആദ്യം ഒരു കുട വാങ്ങി. അവന് ഒരു ഐഡിയ ഉണ്ട്, ബിസിനസ് ഐഡിയ. സ്റ്റാർട്ടിങ്ങിൽ അങ്ങ് എൻ്റെ ഒരു കുടയുടെ കട. ഞാൻ ഇന്നലെ അറിഞ്ഞത് ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിന് 1 കോടി രൂപ ആവുന്നു. ഒരു സെന്റിന് 1 കോടി രൂപ. ഒരു സ്ഥലത്തിന് 1 സെന്റിന് 1 കോടി രൂപ. ആ സൂപ്പർ. നിന്റെ ഡാഡി അത്ര റിച്ച് ആണോ? ഒരു ചപ്പന് 100 രൂപയുള്ളൂ. പിന്നെ എന്തെന്ന് വിചാരിച്ചു? കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ കോഴിക്കോട്. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരണം, നല്ല സാധനങ്ങളൊക്കെ മേടിക്കണം, ഉണ്ടാക്കാൻ.
മുട്ടായി തരുമെന്നപ്പോ ഞാൻ പല പല രീതിയിൽ മുട്ടായി ചോക്ലേറ്റ് കാണുന്നത് മുട്ടായി പോലെ നല്ലോണം സംസാരിച്ച ആൾക്കാരെ വിളിക്കുന്നു. അത്യാവശ്യം മുതലാളി എല്ലാം ഞാൻ തന്നെ വന്നാ വില കുറച്ച് തരാം. ചട്ടം പീസ് ഒന്നും എല്ലാരും വന്ന് നോക്കോളി. എല്ലാരും യൂട്യൂബർമാരെത്തിയിട്ടുണ്ട്. മൊത്തം ചട്ടമ്പീസ് വിളി തുടങ്ങി. ചൂടെടുക്ക. കുഞ്ഞു കൂടെ വേണം. ഇവിടെ വേണോ? പിന്നെ ഇവനോട് പോണെങ്കിൽ കുഞ്ഞു പോകേണ്ടി വരും. ഇല്ല, ഞാൻ പൊട്ടി പിടിച്ച് പോകാൻ പറഞ്ഞ അവന് വെയില് കൊള്ളണം. മിഠായിത്തെരു കാലി പോകുമ്പോ ഹൽവ വാങ്ങിച്ചിട്ട് എല്ലാം കിട്ടും എന്നുള്ളൊരു ഇത് അത്ര തന്നെ. സാധനത്തിന് മേടിക്കാൻ വേണ്ടി നമ്മള് വലിയ വലിയ കടയിൽ പോകത്തില്ല. ഇതിപ്പോ അമ്മ മേടിച്ചപ്പോ പ്രൈസ് കുറവായിരുന്നില്ലേ, അതിനാണ് ഇവരെ ഇതിപ്പോ ഇത്ര വാങ്ങിച്ചിരുന്നെങ്കിൽ ഒരു സാധനത്തിന്റെ പൈസ ആവില്ലായിരുന്ന ആവില്ലായിരുന്നു. കത്തിയില്ല. മനസ്സിലായോ? എന്ത് മനസ്സിലായി? ഹൽവ വാങ്ങിച്ചിട്ട് എന്തൊരു അനില ഇത്ര പക്കത്തിൽ പറ്റുമോ നിനക്ക്? ഭയങ്കര ചൂട് കാരണം വേണ്ടി ഫോൺ ഭയങ്കര ഹീറ്റായി. ഇവിടെ വന്ന ഒരു കടയിൽ ഫ്രിഡ്ജിനകത്ത് ഫോൺ വെച്ചിരിക്കും. ആരെ കാണാൻ ഫോൺ ഇപ്പോഴും ചൂടായിട്ടിരിക്കുന്നു. വെള്ളം എടുത്ത് ഒഴിച്ചാലായിരിക്കും. കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചാൽ എന്റെ ഫോൺ കുട്ടി നിങ്ങൾ വേറെ മേടിച്ചു തരും. അതാണ് എന്റെ കോൺഫിഡൻസ്. പോയപ്പോ നല്ല എനർജറ്റിക് ആയിട്ട് പോയി, തിരിച്ചു വന്നപ്പോ ശക്തിയില്ല. ഭയങ്കര ഞാൻ പോയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ ചോദിച്ചു. ആനിയിട്ട ബ്ലഷ് അവിടെ കരിഞ്ഞിരിക്കുന്നു. ഉച്ചക്കാരി ഇറങ്ങല്ലേ. വിചാരിച്ചില്ല എത്ര ആൾക്കാർ കാണുന്നു. എനിക്കൊരു പാലക്കാടിന് അടുത്തിരിക്കണോടാണ് ഇത്ര ചൂട്. കുറച്ച് തണുപ്പാവാൻ വേണ്ടി നമുക്ക് ഇവിടെ നിന്ന് വയനാട് വിടാം. ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുക്കുന്നവരെ കാണിക്കാന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് നമ്മളോട് സംസാരിക്കാനും നമ്മൾ ഇതായിട്ടൊക്കെ. നമുക്കിപ്പോ ചിലടത്ത് ഫോട്ടോ എടുക്കാൻ നമുക്ക് തന്നെ എഴുതി തോന്നും. അവര് സംസാരിക്കുമ്പോ ചേട്ടാ ഇവിടെ കുറച്ച് ഇവിടെ ക്രൗഡ് ആവുമ്പോ കടയിൽ ആള് കൂടും. അത് വിറ്റായിരുന്നു കേട്ടോ. അടുത്ത് കടയിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന അവൻ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ നിക്കി, ഇവിടെ നിന്ന് ക്രൗഡ് കൂടും, ആളെല്ലാവരും എന്തായാലും ഇവിടെ വരുമല്ലോ. അതൊക്കെ നമുക്ക് വ്ലോഗ് ചെയ്യാൻ തോന്നും, പക്ഷെ അവരെന്ത് വിചാരിക്കുന്ന അതാണ്. പറ്റില്ല. ഇവിടെ ഇരുന്നപ്പോ ഞാൻ പാലക്കാട്ടിലുള്ള ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇനി നമ്മൾ തണുപ്പുള്ള സ്ഥലത്തല്ലേ പോകാൻ പോണത്. ബാവ പറഞ്ഞ പൂള് രണ്ടാമത്തെ ഫ്ലോറിലാണ്. How do you know this? അബിൻ ആന്റണി. How do you know this? ജിജ ചാച്ചാ Back to Tiara, വാ. അതിനെ ബീച്ചിൽ പോകാൻ മറന്നു. അതുകൊണ്ട് ഒരു ചെറിയൊരു ഫ്രഷപ്പ് ഉറക്കം ഇത് നമ്മള് ബീച്ചിൽ പോകും. താഴെ ഇത് സോഫ്റ്റ് ആണ്, കുഴപ്പമില്ല. ഒരു പൈപ്പില്ല ജിജയ്ക്ക് നല്ല സുഖം ഗൈസ്. ആ വെയിലത്തീന്ന് ഇവിടെ ഒന്ന് കിടക്കുമ്പോ പിടിക്കും. അതുപോലെ അറിയാതെ അവരും കിടന്ന് നീ വളരുമ്പോ നീ ഇതൊക്കെ ഓർക്കും. സമയം എത്രയെന്നറിയാമോ? നമ്മൾ കോഴിക്കോട് തന്നെ അടിച്ച് കറങ്ങി, ഫുള്ള് കറങ്ങി. ഉച്ചക്കൊന്നും അറിയാതെ ഉറങ്ങിപ്പോയത്. ഇത്ര മണി വന്നാലും അറിയത്തില്ല. രാത്രിയായി. വയനാട് പോണം. പെട്ടെന്ന് പോ. 5 മിനിറ്റ്. എനിക്ക് ഉറങ്ങണ്ട നീ ഉറങ്ങിട്ട് പോയതാ. കിട്ടി. യെസ്. 2 ബോളായിട്ട് തോന്നണോ 1 ബോളായിട്ട് തോന്നണോ? 3 ബോളാ. അവര് 1 ബോൾ ഫ്രീ ആയിട്ട് കിട്ടിയ. മനസ്സിലായില്ല.
പെട്ടെന്ന് മുഖം കഴി ഇറങ്ങി പെട്ടെന്ന് വാടാ ധൈര്യം ഉണ്ടെങ്കി കോഴിക്കോട് വരുന്ന തന്നെ ഫുഡ് കഴിക്കാനാണ്. കറണ്ട് പോയി പറയുന്നത്. കറണ്ട് പോയി ഇല്ലേ? നീ എന്നെ പറ്റിക്കാൻ നോക്കണേടാ. നീ ഇപ്പൊ പഠിക്കുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചിറങ്ങിയത് കേട്ടാ. നിങ്ങൾ ഒരു സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ട്? ഇല്ല, എന്റെ ജൂനിയർ. അപ്പൊ നമുക്ക് പോയാലോ? ഹോട്ടലിൽ ഉറങ്ങണം. ഹോട്ടല? ഇല്ല, ഉറങ്ങണം. ഈ ഹോട്ടലിൽ നമ്മൾ ഉറങ്ങും. ഹോട്ടൽ ഇഷ്ടപ്പെട്ട രാത്രി ഇവിടെ നിറയെ സാധനങ്ങൾ കിട്ടും. ഇതിനു വേണ്ടി മാത്രമല്ല കോഴിക്കോട് വന്നത്. കോഴിക്കോടുള്ള സബ്സ്ക്രൈബേഴ്സ് എന്ത് സ്നേഹമാണെന്ന് അറിയാവോ. ഇപ്പൊ നോർമലി എല്ലായിടത്തുള്ള സബ്സ്ക്രൈബേഴ്സ് പോലെ അല്ലെ കണ്ടോണ്ട് വന്നോണ്ടൊക്കെ കട്ടൊക്കെ സംസാരിക്കും. അതൊക്കെ നമുക്ക് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പൊ ഇങ്ങനെ നോക്ക്, നമ്മളന്ന് കഴിച്ച അച്ചാറിയല്ലേ അച്ചാർ കൂടിപ്പോയി. ഇഷ്ടപ്പെട്ടില്ല പറയാം. ആർക്കും അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. നാട്ടിലൊന്നും ഇഷ്ടപ്പെട്ടില്ല വരട്ടെ. അപ്പൊ ഒന്നും കഴിക്കില്ലേ? പുളിപ്പ് പിടിക്കത്തേയില്ലായിരിക്കും. എന്ത് മൂക്കിലുള്ള ചിരി പോണ്. മൂക്കിലുള്ള ചിരി പോണോ? ഇതുവരെ ബാബൻ ആരും വിളിച്ചില്ല. ബാബയ്ക്ക് സന്തോഷം. ഐശ്വര്യത്തി എത്രാമത്തി എല്ലാം ടേസ്റ്റ് ചെയ്യണം. അമ്മയ്ക്ക് ഷുഗർ ഉണ്ട്. ഞാൻ തന്നെ ഒരു 5 എണ്ണമെങ്കിലും എടുത്തെടുത്താണ്. മറ്റേ ചായക്കടയിൽ പോയിട്ട് 20 കടി എടുത്തിട്ട് ചേട്ടാ 2 എണ്ണം. എനിക്ക് പപ്പായ ഭയങ്കര ഇഷ്ടമാണ്. പപ്പായ ഭയങ്കര ഇഷ്ടം. പപ്പാന്റെ ഇങ്ങനെയാണ് പപ്പായ. എങ്ങനെ പൈസയുടെ കണക്കറിയാൻ പറ്റും? അതല്ല അമ്മ ചോദിക്കണേ, നമ്മൾ ഇഷ്ടമുള്ള എടുക്കണം. അവരെ എങ്ങനെ അറിയും? അതാണ് അവരുടെ സ്നേഹം. അത് നമ്മൾ കള്ളം പറയില്ലെന്ന് അവർക്ക് അറിയാം. എന്ത് എന്ത് വേണം വേണം പറയുകയും ചെയ്യുന്നില്ല. അതെന്നെ പറയില്ല. നോയിക്കോണ്ടിരിക്കും. ഉഴുപ്പല്ലുണ്ട് ഇവന്. മുട്ടായി കഴിക്കരുത്. ബൈ. വാവ സങ്കടത്തിലാണ്. എന്തെന്നറിയാമോ, വാവേനെ നിങ്ങളല്ലേ പറഞ്ഞ് വാവ ഇവിടെ നിന്ന് കളഞ്ഞു കിട്ടിയതാണ് കോഴിക്കോടുന്ന്. കോഴിക്കോട്ടുകാരനെ പോലെ ഇരിക്കണേ. ആ, ഇവിടെ കുറെ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. സെയിം അവരെ പോലെ ഉണ്ടായിരുന്നു വാവ. എന്തെങ്കിലും വേണോ നിനക്ക്? എന്ത് വേണോ? ഇന്ന് പറയണെല്ലാം കേട്ടാ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നിനക്ക് ലോറി നിന്റെ കയ്യിലുണ്ടാവും. മനസ്സിലായേ? ഞങ്ങൾ പറയണെല്ലാം ചെയ്യണം. ഒരു കൈനെ തലയിൽ അങ്ങനെ അവരുടെ കൈകൾ നോക്കൂ. കല്ലുമക്കായ ഇതാണ് അല്ല ചെറുതുണ്ടല്ലോ എന്തോ ഒരു സാധനം അതില്ലേ? അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കല്ലുമക്കാനോട് ചോദിച്ചപ്പോ അത് കൊണ്ടുവന്നു. ആ മതി, ഇത് കഴിക്കണോ? പറയണെല്ലാം കേൾക്കുമെന്നാണ് പറഞ്ഞത്. അടിക്കാൻ വേണ്ടിട്ട് എന്നെ മേടിക്കുന്നത് അറിയില്ലേ? ഇപ്പൊ ഇങ്ങനെ അഭിനയിക്കാതിരുന്ന മറ്റേ ചോക്ലേറ്റ് മേടിച്ചു തരാം. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്തോണ്ട് ഒരു കാര്യം കൂടെ. സോറിയുടെ സ്പെല്ലിംഗ് പറ. ഓർമ്മ ഇപ്പോഴും ലോറിക്ക് വേണ്ടി അവൻ പഠിച്ചൊക്കെ പറയണുണ്ട്. ഓക്കേടെ സ്പെല്ലിംഗ് പറ. നമ്മ ജയിച്ചിട്ടമാരാ. ശരി, 2 എണ്ണം കറക്റ്റായിട്ട് പറഞ്ഞോണ്ട് ചെറിയ ഗിഫ്റ്റ്. എസിന്റെ സ്പെല്ലിംഗ് പറ. എസിന്റെ സ്പെല്ലിംഗ്
കറക്റ്റ്. അതുകൊണ്ട് അവർക്ക് വലിയ സമ്മാനം. വാ, പെട്ടെന്ന് എടുക്കണം. 5 സെക്കൻഡിനുണ്ട്. വണ്ടി വണ്ടി പൈസ കൊടുത്തിട്ട് പോ. പൈസ കൊടുത്തിട്ട് പോടാ. എത്ര രൂപ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താണ് കാണിച്ചത്? കറക്റ്റ് പൈസ പറയണം. 150 എങ്ങനെ 400 300 എത്ര? അങ്ങനെ പപ്പ വിജയിച്ചിരിക്കുന്നു. 150 രൂപ. വെറുതെ നീ അത്രയും വാങ്ങിയത്. ഹലോ ഞാൻ കാര്യം പറയട്ടെ ഞാനാണ് പറഞ്ഞത് ഒന്നല്ലേ ഇതൊക്കെ കേക്ക് ഇത് മാത്രം ബൊമ്മ ഒറിജിനൽ തന്നെ. കുറച്ച് കഴിഞ്ഞിട്ട് അത് പോവും. പൈസ വാങ്ങിച്ചിട്ട് പറ്റി പോകും. നമ്മൾ കോഴിക്കോട് ഫുഡിന് വേണ്ടി എക്സ്പ്ലോർ ചെയ്തു. പക്ഷെ നമുക്കൊരു നല്ല ഫുഡ് കട കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എല്ലാവരും ചോദിച്ചാൽ എല്ലാവരും പല പല കടകൾ പറഞ്ഞു. എത്ര വർഷം നമ്മൾ ഇവിടുത്തെ ഫുഡ് നിങ്ങൾ കഴിക്കും എന്നിട്ട് പറയും. ഞാൻ അറിഞ്ഞ് മറ്റേ മുട്ട ഉള്ള മറ്റേ സാധനം അല്ലേ? റെഡിയാക്കാം. നിങ്ങൾ ഇവിടുന്ന് കഴിക്കും എന്നിട്ട് പറയും. സ്പൈഡർമാനൊക്കെ എപ്പോഴും ആംഗ്രി ബാഡ് കുറെ നാൾക്കേശാണ് കാണുന്നത്. ഞാനത് കഴിച്ചിട്ടുണ്ട് പണ്ട്. പപ്പ മറ്റേ റോള് പോലത്തെ ഇതിനകത്ത് അത് മുട്ടയ അപ്പമാ. മുട്ടയപ്പ. നീ ഇത്രമേ വിശക്കണം എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു മീൻകറി. അത് മുട്ട നല്ല ഫുഡ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടല്ലേ? നല്ല ഫുഡ് ഇല്ല അമ്മ? ഞാൻ ഇന്നേ വരെ അപ്പത്തിൽ മുട്ടയിട്ട് കണ്ടിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മധുരമുള്ള അപ്പം. കറി നല്ല ടേസ്റ്റ്. മട്ടൻ ബിരിയാണി നല്ല ടേസ്റ്റാണ്. അതെ, വന്നോടനെ മട്ടൻ ബിരിയാണി ഉണ്ടോ? മട്ടൻ ബിരിയാണി ഉണ്ടോ? കോഴിക്കോട് നിന്ന് നല്ല ബിരിയാണി കിട്ടുന്നെന്നാ പറയണത്. എന്താ എന്താ നല്ല ഫുഡ് കഴിച്ചപ്പോ നല്ല ഉറക്കം വരുന്നു. ഫിഷ് നിലാവും അപ്പവും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന ഫിഷ് നിലാവും മുട്ടപ്പം അല്ലേ? മുട്ടപ്പം മസ്റ്റ് ട്രൈ ചെയ്യണം. മീൻകറി നല്ല ടേസ്റ്റാണ്. നല്ല വിശന്നൂടെ ഇരുന്നോണ്ട് അതിനേക്കാൾ ടേസ്റ്റ് ആയിരുന്നു. നല്ല ഫുഡ് നല്ല ടേസ്റ്റിയാണ്. സൂപ്പർ. നിങ്ങൾ എല്ലാ റൂമിൽ കിടന്ന് ഉറങ്ങുക. നിങ്ങൾ 12 മണിക്ക് ചെക്കൗട്ട്. കാർ ചാർജ് ചെയ്തിട്ട് വരാം. ഞങ്ങൾ കാർ ചാർജ് ചെയ്യുമ്പോൾ